50,000-ത്തിലധികം പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഇക്കഴിഞ്ഞ വർഷം സഭയിൽ അംഗങ്ങളായതായി കൊറിയയിലെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്. 2023 കൊറിയയിലെ കത്തോലിക്ക സഭയുടെ സ്ഥിതിവിവരക്കണക്കുകളിലാണ് ദക്ഷിണ കൊറിയയിൽ മാത്രം 51,307 പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 4 മടങ്ങ് വർധനവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരിൽ 13,000 ശിശുക്കളും ഉൾപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. കോവിഡിന് ശേഷം കൊറിയയിലെ സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രമാനുഗതമായ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് 59,76,675 കത്തോലിക്കരുള്ളതായി കണക്കുകൾ പറയുന്നു. ഇതിൽ 1.5 ദശലക്ഷത്തിലധികം പേർ സിയോൾ അതിരൂപതയിലും ഏകദേശം 1 ദശലക്ഷത്തിലധികം പേർ സുവോൻ രൂപതയിലുമാണുള്ളത്. ഞായറാഴ്ച ആചരണത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും കോവിഡിന് ശേഷം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കോവിഡ് കാലത്ത് ആരംഭിച്ച വിശുദ്ധ കുർബാന സംപ്രേഷണം ചിലയിടങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. എല്ലാ ദിവസവും ദേവാലയത്തിൽ എത്തുന്നതിന് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ സിയൂൾ അതിരൂപതയിൽ നടത്തുന്നുണ്ട്. 2024 ഏപ്രിൽ 10 നടന്ന ദക്ഷിണ കൊറിയയുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ 80 കത്തോലിക്കരും ഉൾപ്പെടുന്നുണ്ട്. 2014 ഫ്രാൻസിസ് പാപ്പ ദക്ഷിണ കൊറിയ സന്ദർശിച്ചിരുന്നു. 2027 ലോക യുവജനത്തിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ് സിയൂൾ അതിരൂപത.